ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന്റെയാകെ തീരാനഷ്ടമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അനുശോചിച്ചു. സമാധാനം ലക്ഷ്യമിട്ടാണ് മാർപ്പാപ്പ പ്രവർത്തിച്ചത്. പലസ്തീനിൽ ഉൾപ്പെടെ യുദ്ധക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് മാർപ്പാപ്പ എന്നും നിലകൊണ്ടതെന്നും ബിഷപ്പ് അനുസ്മരിച്ചു. സമാധാനമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ചത്. പലസ്തീൻ ഉൾപ്പെടെ യുദ്ധക്കെടുതി മൂലം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് എന്നും മാർപ്പാപ്പ നിലനിന്നിരുന്നത്. അത്തരം നിലപാട് സ്വീകരിച്ചപ്പോൾ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ മാർപ്പാപ്പ കാര്യമായി പരിഗണിച്ചിരുന്നില്ലെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അനുസ്മരിച്ചു. എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. പലസ്തീനിലാകട്ടെ മറ്റ് പ്രദേശങ്ങളിലാകട്ടെ യുദ്ധം മൂലം കെടുതി അനുഭവിക്കുന്ന മനുഷ്യരുടെ സങ്കടങ്ങൾക്കൊപ്പമായിരുന്നു പാപ്പായുടെ സ്വരവും ഹൃദയവും എന്ന് നമുക്ക് എത്രയോ വട്ടം ആവർത്തിച്ച് കാണാൻ കഴിഞ്ഞു. ഈ രംഗത്ത് തനിക്കെതിരെ ഉയർന്ന എതിർപ്പുകളെയോ വിമർശനങ്ങളെയോ പാപ്പ കാര്യമായി പരിഗണിച്ചേയില്ല എന്നുള്ളതാണ് സത്യം. അധികാരസ്ഥാനത്തുള്ളവർ ഏകപക്ഷീയമായി എടുക്കുന്നതല്ല സഭയുടെ തീരുമാനം, മറിച്ച് സഭയുടെ തീരുമാനം കൂട്ടായ്മയുടെയും പരസ്പര യോജിപ്പിന്റേതാക്കണമെന്നും പാവങ്ങളുടെ പക്ഷത്ത് സഭ നിലയുറപ്പിക്കണമെന്നും മാർപ്പാപ്പ ആഗ്രഹിച്ചു. ഇതര മതങ്ങളുമായി ക്രൈസ്തവർ സൗഹൃദം സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നുവെന്നും പാംപ്ലാനി അനുസ്മരിച്ചു. സിനഡാലിറ്റി എന്നുള്ള സങ്കല്പം, സിനഡൽ ചർച്ച് എന്ന് പറഞ്ഞാൽ അധികാരസ്ഥാനത്തുള്ളവർ ഏകപക്ഷീയമായി എടുക്കുന്ന തീരുമാനങ്ങളല്ല സഭയുടെ തീരുമാനം, മറിച്ച് സഭയുടെ തീരുമാനം കൂട്ടായ്മയുടെയും പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെതും ആയിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്നു. ഈ സിനഡൽ ചർച്ചിൻ്റെ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലോകമാസകലമുള്ള മെത്രാന്മാരുടെ പ്രതിനിധികളെ മാർപ്പാപ്പ വിളിച്ചു ചേർക്കുകയും എല്ലാവരെയും ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ചെയ്തു. അതിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ മറ്റുള്ളവരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. വീണ്ടും പാപ്പായുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇതര മതങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദത്തിൽ കഴിയേണ്ടവരാണ് ക്രൈസ്തവർ എന്ന് മാർപ്പാപ്പായ്ക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അബുദാബിയിലെ ഗ്രാൻഡ് ഇമാമുമായി നടത്തിയ ചരിത്രപ്രസിദ്ധമായ സംഗമം അത് ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്നതാണ്. മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന്റെയാകെ തീരാനഷ്ടമെന്നും ബിഷപ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി. ഇത്തവണ നിക്ഷ നൽകുന്ന വിഷുക്കണി ചെറിയ കണിയല്ല, 75% വരെ വില കുറവുള്ള പൊൻകണി ഓഫറാണ്. ഒപ്പം ഈസി EMI ക്യാഷ് ബാക്ക് ഓഫറുകളും ഉണ്ട്. കൂടാതെ ബമ്പർ സമ്മാനമായി ഒരു സ്കോഡ കുഷാൽ, 2 BMW G310 RR സ്പോർട്സ് ബൈക്ക്, ഏതർ റെസ്റ്റ സ്കൂട്ടറുകൾ തുടങ്ങിയ കിടിലൻ സമ്മാനങ്ങളും. നിക്ഷ.